തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. തോന്നൂർക്കര AUP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷ പരിപാടികളും ഉപജില്ലാ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാളെ, അതായത് 20-ാം തീയതി, തോന്നൂർക്കര AUP സ്കൂളിൽ ഒരു ക്രിസ്മസ് ആഘോഷവും അതിനോടനുബന്ധിച്ച് കലോത്സവത്തിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തിയായ K. രാധാകൃഷ്ണൻ MP ആണ് അത് വിതരണം ചെയ്യുന്നത്. ഇതിനു കൂടാതെ 1-ാം ക്ലാസ്സിൽ AUP സ്കൂൾ തോന്നൂർക്കരയിലെ 1-ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ ഉദ്ഘാടനവും നമ്മുടെ ബഹുമാനപ്പെട്ട MP ശ്രീ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. നാളെ ഈ ഉദ്ഘാടനം നമ്മുടെ MP ഉദ്ഘാടനം ചെയ്യുന്നു. അതിനുശേഷം ക്രിസ്മസ് കുട്ടികളുടെ ആഘോഷങ്ങൾ നടത്തുന്നുണ്ട്. അതിനുശേഷം കുട്ടികൾക്കും ഈ വന്നിട്ടുള്ള പാരൻസിനും ഒരു വിഭവസമൃദ്ധമായ ഒരു സദ്യയും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്കൂൾ ഒരു പുതിയ കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണിയുടെ അവലോകനവും നമ്മുടെ MP നിർവഹിക്കുന്നുണ്ട്. തോന്നൂർക്കര AUP സ്കൂളിൽ 2024-25 വർഷത്തെ ക്രിസ്മസ് ആഘോഷവും ഉപജില്ലാ മേളയിൽ പങ്കെടുത്ത വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണവുമാണ് നടന്നത്. ആലത്തൂർ MP K. രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ചിത്രത്തിന്റെ അനാച്ഛാദനവും നിർവഹിച്ചു. മാനേജർ PK മുരളീധരൻ അധ്യക്ഷനായിരുന്നു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം K. ശ്രീവിദ്യ, വാർഡ് മെമ്പർമാരായ VK നിർമ്മല, സുജാത, T. ഗോപാലകൃഷ്ണൻ, PTA പ്രസിഡന്റ് ജിജോ P. ജോർജ്, HM രാജൻ മാസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറി റാബിയ BV, SRG കൺവീനർ അഞ്ജിത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഈ 100-ിലധികം വർഷം പഴക്കമുള്ള നമ്മുടെ ഈ സ്കൂളിൻ്റെ ഒരു പ്രധാനമായൊരു അടുത്തൊരു അപ്ഡേഷൻ എന്ന് തന്നെ നമുക്ക് പറയാവുന്നൊരു രീതിക്ക് പുതിയൊരു ബിൽഡിങ് വലിയ നിലയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അനാച്ഛാദനം നമ്മുടെ ബഹുമാനപ്പെട്ട ആലത്തൂർ MP ശ്രീ K. രാധാകൃഷ്ണൻ അവരുടെ നേതൃത്വത്തിൽ നാളെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒരു ഉദ്ഘാടനം അദ്ദേഹത്തിൻ്റെ രീതിക്ക് വരുന്നുണ്ട്. ഇതിലെല്ലാം ഉപരി നമ്മുടെ സ്കൂളിൽ നിന്ന് വടക്കാഞ്ചേരി ഉപജില്ലാ മത്സരങ്ങളിൽ അതുപോലെ ശാസ്ത്രോത്സവത്തിൽ രണ്ടിലും പങ്കെടുത്ത മിക്കവാറും കുട്ടികൾക്ക് തന്നെ ഉയർന്ന രീതിയിലുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. A ഗ്രേഡുകളും ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, അതുപോലെ എല്ലാ സമ്മാനങ്ങളും ഒരുപാട് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ നേട്ടം എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തന്നെ കരുതേണ്ട കാര്യമാണ്. അപ്പോൾ അവർക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് വിതരണം അത് അവരുടെ പേരൻസിൻ്റെ, കാരണം പേരൻസിൻ്റെ ഒരു വലിയ ഒരു ബാക്കപ്പ് ഈ കുട്ടികളുടെ ഓരോ കഴിവുകളിലും ഉണ്ട്. അപ്പോൾ അവരെ കൂടി ആദരിക്കുന്ന ഒരു പരിപാടിയാണ് നാളത്തെ പ്രോഗ്രാമിൽ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ബിൽഡിങ് അതിൻ്റെ ഒരു അനാച്ഛാദനം നമ്മുടെ ബഹുമാനപ്പെട്ട ആലത്തൂർ MP നിർവഹിക്കുന്നതായിരിക്കും. കൂടെ നമ്മുടെ ചേലക്കര പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർമാർ, അവരെല്ലാം ഒരു സന്നിധാനത്തിലാണ് ഈ പരിപാടികൾ നമ്മൾ നാളെ നിർവഹിക്കാൻ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബിൽഡിങ്ങിലേക്ക് വരുന്ന വർഷത്തിൽ തന്നെ നമുക്ക് പുതിയ ബിൽഡിങ് ഫുള്ളി ഫങ്ഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള കുട്ടികളുടെ അപ്പോയിൻമെൻറ്റിൻ്റെ അഡ്മിഷൻ്റെ ഒരു ഉദ്ഘാടനം കൂടി നമ്മൾ നാളെ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലേക്കുള്ള വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ നാളെ സ്കൂളിൻ്റെ പുതിയ അഡ്മിഷൻ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ
ഈ സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നാളെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എല്ലാ പേരൻസിനെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് നാളത്തെ ഒരു പരിപാടി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ 100 ചില്ലാനം വർഷം പഴക്കമുള്ള ഒരു സ്കൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വർഷം ഒരു സ്കൂൾ സർവൈവ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഏരിയയിലുള്ള നമ്മുടെ ഈ ചേലക്കര പഞ്ചായത്തിലുള്ള ചുരുക്കം ചില UP സ്കൂളുകൾ, നമുക്ക് LP സ്കൂളുകളുണ്ട്, UP സ്കൂളുകൾ ചുരുക്കം UP സ്കൂളുകളിൽ ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളും അതുപോലെ തന്നെ മലയാളം മീഡിയം ക്ലാസ്സുകളും ഒരുപോലെ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പുതിയ ടീച്ചർമാർ വലിയ രീതിയിൽ കുട്ടികളെ നല്ല കെയറോട് കൂടിയിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് KG ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അത് രണ്ടും തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു തുടക്കം കൂടിയാണ് ഈ ഒരു പുതിയ ബിൽഡിങ്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഫുള്ളി സപ്പോർട്ടാണ്. നമുക്ക് ഫിസിക്കൽ അവിടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ വലിയ സപ്പോർട്ടാണ് മാനേജ്മെൻറ്റ് തരുന്നത്. വലിയൊരു ബഡ്ജറ്റ് മുടക്കിക്കൊണ്ട് തന്നെയാണ് മാനേജ്മെൻറ്റ് പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കുള്ള സപ്പോർട്ട്, കുട്ടികൾക്ക് വേണ്ട ആവശ്യങ്ങൾ, കെയറുകൾ, അതിന് മുഴുവൻ എല്ലാ ടീച്ചർമാരും സദാസമയം സന്നദ്ധരായിക്കൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവരെയും നമ്മുടെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. CC വിനോസ്, ചേലക്കര.